നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കേരളത്തിൽ അറിയപ്പെട്ട പ്രഭാഷകനായ നൗഷാദ് വാക്കി ഉസ്താദ് നടത്തുന്ന സ്നേഹസാഗരത്തിൻ്റെയാണ്. ആരുമില്ലാത്തവരെ ചേർത്ത് പിടിച്ച് അവർക്ക് താങ്ങായി തണലായി നിൽക്കുന്ന സ്ഥാപനമാണ് സ്നേഹസാഗരം. അവിടെ മതമില്ല, അവിടെ മനുഷ്യർ മാത്രമാണുള്ളത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം ഇതാണ്. അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്. എന്നിട്ട് പോലും അവിടെ താമസിക്കുന്ന പ്രിയപ്പെട്ട അമ്മയുടെ ആഗ്രഹമാണ് അവിടെ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോകണമെന്ന്. അദ്ദേഹം അത് പറ്റില്ലെന്ന് പറഞ്ഞില്ല. ഞാനൊരു മുസ്ലിം പണ്ഡിതനാണ്, എന്നെ കൊണ്ട് കഴിയില്ലെന്ന് പറഞ്ഞില്ല. നേരെ അമ്മയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോയി നിറ കണ്ണുകളുമായി അവർ പ്രാർത്ഥിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. കണ്ടു നിന്നവരുടെയെല്ലാം കണ്ണു നിറയിച്ചൊരു വീഡിയോ. ഇതല്ലേ യഥാർത്ഥ കേരള സ്റ്റോറി? പരിശുദ്ധമായ ഇസ്ലാമും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഒരാളുടെയും ആരാധനയോ ആചാരങ്ങളെയോ കളിയാക്കരുത്, അവരെ വേദനിപ്പിക്കരുത്. നീ കാരണം അത് തടസ്സപ്പെടാൻ പാടില്ല. നിന്റെ ആരാധന മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ആരാധന വസ്തുക്കളെയോ ആചാരങ്ങളെയോ നീ ബഹുമാനിക്കണം. അതിനെ കുറവാക്കാനോ വേദനിപ്പിക്കാനോ പാടില്ല. അതുപോലെ തന്നെ ഷഫീഖ് ചൗഹരി എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഏഞ്ചൽ വാലി എന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. രണ്ടും മാതൃകാപരമാണ്. ഉറ്റവരില്ലാത്ത ഉടയവരില്ലാത്ത പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന കാരുണ്യത്തിൻ്റെ സ്ഥാപനങ്ങൾ. അല്ലാഹു തആല ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവർക്ക് ഇതാണ് യഥാർത്ഥ ഇസ്ലാമെന്ന് പഠിക്കാൻ ഈ വീഡിയോ ഉപകരിക്കട്ടെ.